എനിക്കറിഞ്ഞൂടാ. സെക്യൂരിറ്റി സമ്മതിക്കണല്ലേ. ഹലോ. അപ്പം നല്ലൊരു ഉറക്കം ഉറങ്ങി. ഉറക്കം വലിയ സുഖമൊന്നുമായില്ല. ഞങ്ങളുടെ ആദ്യത്തെ കാറി കണ്ടുള്ള യാത്രയല്ല ഉറക്കമായിരുന്നു. അപ്പം കുഴപ്പമില്ല, അത്യാവശ്യം ഉറങ്ങി. അപ്പം ഇനി നമ്മൾ നേരെ പോകുന്നത് ലക്സംബർഗിന്റെ ഇന്നത്തെ പകൽ കാഴ്ചകൾ കാണുന്നുണ്ട്. ഇവിടെ തണുപ്പാണ്, 11 ഡിഗ്രിക്കുള്ളൂ. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു. അങ്ങനെ നമ്മള് പെട്രോൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ ലക്സംബർഗിലോട്ട്. അപ്പൊ വെൽക്കം ടു അവർ വീഡിയോ. പിന്നെ ഒരു ഗുഡ് മോർണിംഗ് കൂടെ. ഞങ്ങള് റെഡിയായി, ഞങ്ങള് നേരെ ലക്സംബർഗ് സിറ്റിയിലോട്ട് പോകണം. അപ്പം നമ്മൾ ഇന്നലെ രാത്രി കിടന്നത് പാർക്കിംഗ് അല്ല കിടന്നത്. നമ്മൾ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ഡ്രൈവ് എടുത്തിട്ട് ഒരു പെട്രോൾ പമ്പിലേക്ക് വന്നിട്ട് അവിടെയാണ് കിടന്നത്. പെട്രോൾ പമ്പിൽ തൊട്ടടുത്തുള്ള കടയില്ല, നമ്മള് പേയ്മെന്റ് ഒക്കെ ചെയ്യുന്നത് ഉള്ളിൽ തന്നെ. അതിന്റെ ഉള്ളിൽ തന്നെയായിട്ട് ബാത്റൂം ഫെസിലിറ്റിയും നമുക്ക് കുളിക്കാനും എല്ലാ സൗകര്യവും ഉണ്ട്. എല്ലാം ഫ്രീ ആണ്. ഇപ്പൊ ജർമ്മനിയിലേക്കാണെങ്കിൽ ചില സ്ഥലത്ത് പെയ്ഡാണ്, പക്ഷെ ഇവിടെ ഫ്രീ ആണ്. അപ്പൊ ഇനി ലക്സംബർഗിലെ സിറ്റി കാഴ്ചകൾ നമ്മൾ ഇന്നലെ രാത്രിയിലെ കാഴ്ചകളെല്ലാം കണ്ടോളൂ. ഇനി രാവിലെ ലക്സംബർഗ് എങ്ങനെ ഇരിക്കുന്നു നോക്കാം. ഇവിടെ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ കണ്ടായിരുന്നത് കണ്ടോ, ഇവിടുത്തെ ബസ്സിന് എല്ലാത്തിനും സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഇവിടെ കയറാൻ തോന്നുന്നു, എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. നമുക്ക് തോന്നാം. അപ്പൊ നമ്മുടെ ലക്സംബർഗ് യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മള് ട്രെയിനല്ല, നമ്മള് ട്രാമൊക്കെ ഇറങ്ങി നമ്മൾ ഇന്നലെ വന്ന അതേ വഴി കൂടെ നമ്മൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കണം. പിന്നെ ബാക്കില് ലൂയിസ് വിട്ടറിന്റെ ഷോപ്പും മെസ്സിക്കും എല്ലാം കാണാൻ പറ്റും. പിന്നെ കുറെ സ്റ്റാച്യൂസ് ആണ്. നമ്മൾ പോണ വഴിക്കെല്ലാം കുറെ സ്റ്റാച്യൂസ് കാണാം. പിന്നെ കുറെ ഇന്റർനാഷണൽ ബ്രാൻഡ്സിന്റെ ഷോപ്പുകൾ കാണാം. പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഫുള്ളും കാലിയായിട്ടിരിക്കും. പക്ഷെ ഇന്ന് രാത്രി ആകുമ്പോൾ ഫുൾ ഫില്ലായിട്ടിരിക്കും അല്ലേ? ഇന്നലെ വന്ന പോലെ അല്ല അല്ലെ? നല്ല കാറ്റുണ്ട്. എന്നാലും തിരക്കുണ്ടല്ലേ? നമ്മള് ഇപ്പൊ സമയം എത്രയും സമയം 10 മണിയായി. എന്നാലും ആൾക്കാരൊക്കെ തിരക്കായി തുടങ്ങി, ആൾക്കാർ വന്നു തുടങ്ങി. മെക്ഡി, ഓപ്പോസിറ്റ് പിസ്സ ഹട്ട് ഉണ്ട്. ഈ മെക്ഡിന്റെ ചിഹ്നം എന്താ? റെഡ്, സാധാരണ റെഡ് അല്ലല്ലോ. ഇക്കെടുത്ത് വെള്ളം നിൽക്കായിരുന്നു അല്ലേ? അത് കൊള്ളാലോ. വെറുതെ ഉള്ളപ്പോൾ കൊള്ളാല്ലേ? പബ്ലിക്കായിട്ട് ഡ്രിങ്കിങ് വാട്ടർ അല്ലേ? ഇത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്നറിയോ, നമ്മളെല്ലാം അവിടെ പോയാലും പൈസ കൊടുത്താ വെള്ളം മേടിക്കണേ. ഇത് ഫ്രീ ആയിട്ട് പബ്ലിക്കിന് ചെയ്ത് കൊടുത്തേക്കല്ലേ. പണ്ട് യുദ്ധമൊക്കെ നടന്ന സമയത്തില്ലേ ലക്സംബർഗ് ജർമ്മനിയൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി നോക്കിയതാ. ഒക്കെ ഭാഷ എന്ന് പറയുന്നത് ഇപ്പോഴും ജർമ്മൻ ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, പിന്നെ ഇവരുടെ തന്നെ ലക്സംബർഗിഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജും ഉണ്ട്. ഒഫീഷ്യലായിട്ട് ഇവർ പറയുന്ന 3 ലാംഗ്വേജസ്: ലക്സംബർഗിഷ്, ജർമ്മൻ, ഫ്രഞ്ച്. ലക്സംബർഗിഷ് പറയുന്നവരുണ്ട്. ഇവിടെ മെയിൻ ആയിട്ട് നേറ്റീവ് ആയിട്ടുള്ള ലക്സംബർഗുകാരില്ലേ, അവരാണ് ലക്സംബർഗിഷ് ലാംഗ്വേജ് പറയുന്നത്. പിന്നെ ലക്സംബർഗ് ജർമ്മനായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന കാരണം ജർമ്മൻ പറയുന്നവരുണ്ട്. ഫ്രാൻസ് ആയിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന കാരണം ഫ്രഞ്ച് പറയുന്നവരുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞ എല്ലാ ആൾക്കാരും ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ കൂടുതൽ ഫോറിനേഴ്സ് വരുന്ന രാജ്യം, അതുകൊണ്ട് ഇംഗ്ലീഷ് മനസ്സിലാവുന്നവര് കുറെ പേരുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ഉള്ളത് കൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. പിന്നെ കുറച്ച് മൾസി, കുറച്ച് ബൊഞ്ചോ ആംഗ്യ ഭാഷകളും ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇവിടെ വേണ്ടി യാത്ര ചെയ്യാം. നമ്മൾ നടന്നു വന്നപ്പം എന്റെ ബാക്കിൽ കാണുന്നതാണ് ഇവിടുത്തെ ലക്സംബർഗിലെ ഗ്രാൻഡ് ഡ്യൂക്കിന്റെ പാലസ്. ഫ്രണ്ടില് സെക്യൂരിറ്റി ഒക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ. രാജാവിന്റെ കൊട്ടാരം. അതായത് വേൾഡില് ഈ ഒരു ലക്സംബർഗിൽ മാത്രമാണ് ഈ ഒരു ഗ്രാൻഡ് ഡച്ചി എന്ന് പറഞ്ഞ പദവിയുള്ളൂ. വേൾഡിൽ റിമൈനിങ് ആയിട്ടുള്ള ഗ്രാൻഡ് ഡച്ചി പദവി ലക്സംബർഗിൽ മാത്രമേ ഉള്ളൂ. ആ ഗ്രാൻഡ് ഡ്യൂക്കിന്റെ പാലസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചില്ലറ പുള്ളിയൊന്നല്ല അല്ലേ?
അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫോറിനേഴ്സ് വന്നിട്ടുണ്ട്, ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തോന്നുന്നു. അപ്പൊ അതിൽ അങ്ങോട്ട് പോയല്ല ബാ. നല്ല രസമുണ്ടല്ലേ ബിൽഡിംഗ് കാണാൻ വേണ്ടി. ഫോട്ടോയും വീഡിയോഗ്രാഫി ഒന്നും കുഴപ്പമില്ല കേട്ടോ അല്ലേ. എന്നാലും ഈ സെക്യൂരിറ്റി സമ്മതിക്കണല്ലേ, ഒരു മുഖഭാവ വ്യത്യാസം ഇല്ലാണ്ട് നിൽക്കാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കേണ്ടി വരില്ല. ഫിക്സായിരിക്കില്ല നമുക്ക്. അയ്യോ അതിന് മുഖത്ത് നോക്കിയ ഒരു എക്സ്പ്രഷൻ പോലും ഇല്ല. പാവം. ലക്സംബർഗിലാണ് എഴുതിയിരുന്നത്. അല്ല, ലക്സംബർഗിലെ ലീഗൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ആണ്. ഇവിടെ ലീഗലായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതുന്നത്, സൈൻ ബോർഡുകൾ അങ്ങനെ എല്ലാം എഴുതുന്നത് ഫ്രഞ്ചിലായിരിക്കും. ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഭരണഘടന എല്ലാം ഫ്രഞ്ചിലാണ്. ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള നോട്ട്റാം കത്തീഡ്രലിലെ ബാക്ക് വശം. ബാക്ക് വശം കണ്ടാൽ ഫ്രണ്ട് പോലെ തന്നെ തോന്നണേ അല്ലേ? അല്ലേ? ഇനിയിപ്പോ ഇതായിരിക്കും ഫ്രണ്ട്, അത് ബാക്ക് ആയിരിക്കും. നോട്ട്റാം പള്ളിന്റെ കത്തീഡ്രലിന്റെ പിന്നിലേക്ക് കയറി നോക്കാം. പരിപാടി നോക്കാം. ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ട്, നമ്മൾ ഇന്നലെ കണ്ടില്ലായിരുന്നു, രാത്രി കണ്ട ആ ഫേമസ് ആയിട്ട് നോട്ട്രീഡം കത്തീഡ്രൽ ലക്സംബർഗിന്റെ. ലക്സംബർഗ് അടിച്ചു കൊടുത്ത അതിന്റെ ഇമേജസിൽ ഫസ്റ്റ് വരുന്ന ഒരു പിക്ചറാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്, അല്ല എന്റെ ബാക്കിൽ കാണുന്ന ഈ പിക്ചർ. നമ്മളിപ്പോ കണ്ടില്ലായിരുന്നു, പള്ളിന്റെ ഉൾവശം കണ്ടില്ലായിരുന്നു, അതിന്റെ ബാക്ക് വശമാണ് ആക്ച്വലി ഇത്. ഒരു ഫോട്ടോജനിക്. ഇന്നിവിടെ പബ്ലിക് ഹോളിഡേ വന്നിട്ട് ഫുൾ ഗൈഡ് ടൂർസ് ആണ് ഇവിടെ ഫുള്ളും അല്ലേ. നമ്മള് ജസ്റ്റ് റോഡ് ജസ്റ്റ് ക്രോസ് ചെയ്യാം. എന്നിട്ട് നമ്മള് അഡോഫ് ബ്രിഡ്ജിലേക്ക്, ലക്സംബർഗിന്റെ ബ്രിഡ്ജ്, മെയിൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന അഡോഫ് ബ്രിഡ്ജിലേക്ക്, സിഗ്നേച്ചർ വിഗ്നറ്റിന്റെ സോവിനിയേഴ്സിന്റെ ഒക്കെ സിഗ്നേച്ചർ ആയിട്ടുള്ള അഡോഫ് ബ്രിഡ്ജിലേക്ക് പോവാണ്. നല്ല കളർഫുൾ ബസ്സല്ല ഇവിടത്തേക്ക്. പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു സെവനിയേഴ്സിന്റെ ഷോപ്പ് ഉണ്ട്. നമുക്ക് അവിടുന്ന് ഇതെന്തായാലും എക്സ്പെൻസീവ് ആയിരിക്കും. കുറച്ച് ടേസ്റ്റിയാണ് എന്നാലും. ഇത് അവിടെ പോയിട്ട് നല്ല ആദ്യം ഇവിടെ പോണം. സൗനിയേഴ്സിനെ കണ്ടോ? സൗനിയേഴ്സിന് ഈ പള്ളി ഉണ്ട് കണ്ടോ? അതെ, ഈ പള്ളീന്റെ ഉണ്ട്. പിന്നെ തന്നെ ഇത് ഗ്രാൻഡ് ഡ്യൂക്കിന്റെ ആ പാലസ്. ഇതാണ് മറ്റേത് എന്നാ അഡോഫ് ബ്രിഡ്ജ്. അതെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ സിഗ്നേച്ചർ സാധനമാണ്, സെവനിയേഴ്സിന്റെ എല്ലാത്തിനും സിഗ്നേച്ചർ. ആ ബ്രിഡ്ജ് എത്ര മിനിമം €6. താഴെ കഴിച്ചേക്കുന്ന €6 അല്ല. നമ്മൾ ഇന്നലെ രാത്രി കണ്ട ആ അഡോൾഫ് ബ്രിഡ്ജാണ്. ആ വ്യൂ നോക്കി, ട്രാമാകുമ്പോ പ്രത്യേക ഭംഗിയല്ല ബ്രിഡ്ജ് കൂടെ. അടിപൊളി. നൈറ്റ് നല്ല രസമുണ്ട് അല്ലെ. കറക്റ്റ് ആ ബ്രിഡ്ജിൽ കൂടെ ഒരു ട്രാം പോവാ, നല്ല കളർഫുൾ ട്രാം ആണ്. രസമുണ്ടല്ലോ കാണേ. നേരെ മുന്നിൽ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അത് ഇവിടുത്തെ ബാങ്കാണ്, മെയിൻ ബാങ്ക് ആയിരിക്കും. ടവർ പോലെ അല്ലേ. ഒരുപാട് താഴെയാണ്. ടൈമില്ല.
അടുത്ത സ്ഥലം പിടിക്കാനുള്ളതാണ്. ആ ബെല്ലൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ, അതിന് ട്യൂണ് കേട്ടെ. സാധാരണ ഒരു ബെല്ലടിക്കുന്ന പോലെ അല്ലല്ലോ അതിന്റെ സൗണ്ട്. ശ്രദ്ധിച്ചാ മ്യൂസിക്? ഇതാണ് ലക്നൌവിൽ ഫേമസ് ആയിട്ടുള്ള ഗോൾഡൻ ലേഡി സ്റ്റാച്യു. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ ടൈമിലും കൊറിയൻ വാറിലൊക്കെ ലക്സംബർഗില് കുറെ ലക്സംബർഗീസ് സോൾജേഴ്സ് ആയിട്ട് ആർമഡ് ഫോഴ്സിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരു മോണുമെന്റ് ആയിട്ട് സ്ഥാപിച്ച ഒരു സ്റ്റാച്യു ആണ് ഇത്. ഇത് ഏകദേശം 3.3 meters ഉണ്ട്. അതിന്റെ അറ്റത്ത് കണ്ടോ ഒരു ഗോൾഡൻ ലേഡി റിംഗ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഇത് മാർട്ടേഴ്സിന് ഒരു സ്മാരകമായിട്ട് സ്ഥാപിച്ചു വെച്ചേക്കുന്നതാണ്. ആക്ച്വലി ഇവിടെയാണ് നമ്മളെ ക്രിസ്മസ് മാർക്കറ്റ് ഇടുന്നത്, ഈ ഒരു സ്ക്വയറിൽ. നമ്മളിപ്പം ഫുണിക്കുലാറിൽ കയറാൻ പോവാണ്. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണെന്ന് പറഞ്ഞില്ല. ബസ് ആണെങ്കിലും ട്രാം ആണെങ്കിലും ഫുണിക്കുലാർ വരെ ഫ്രീ ആണ്. ഫ്രീ ഓഫ് കോസ്റ്റ്. ഇവിടെ ഇരുന്നാലോ? ഫ്രണ്ട് ചോദിക്കാം. അയ്യോ, അവിടെ പിള്ളേരെ സ്ഥാനം പിടിച്ചോ. കുഴപ്പമില്ല, അവിടെ ആരോ. ഇത് അവിടെ വരെ ഉള്ളൂ. അതിനും തിരിച്ചു വരും. നമ്മുടെ സിറ്റിയിൽ നിന്ന് ജസ്റ്റ് ഒരു ബസ് കയറി കഴിഞ്ഞാൽ ഈ ഒരു കുട്ടിയാർ ഇരിക്കുന്ന സ്റ്റേഷനിലെത്താം. ഒരു എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. എസ്കലേറ്റർ പോണോ? കാഴ്ചകളൊന്നുമില്ല അല്ലേ? ആൾക്കാർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നതായിരിക്കുമോ? ലക്സംബർഗിന്റെ സെന്ററിൽ നിന്ന് ഒരു ട്രാം അല്ലെങ്കിൽ ഒരു ബസ് എടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് നോക്കി അറിയാൻ പറ്റും. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ജോൺ കെന്നഡി സെന്റർ എന്ന് പറഞ്ഞ സെന്ററിലെത്തും. ഇവിടെ ഫുൾ ബിൽഡിങ്സ് ആണ്. എനിക്ക് തോന്നുന്ന കുറെ മോളല്ല, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ എന്തൊക്കെയോ കുറെ യൂണിവേഴ്സിറ്റി എന്ന് തോന്നണം. അങ്ങനെ കുറെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. നല്ല രസം കേട്ടോ കാണാൻ വേണ്ടി. ലക്നൌറിന്റെ വേറൊരു സൈഡ്, അത് വേറൊരു ടൈപ്പ്, ഇത് വേറൊരു ടൈപ്പ്. ഇത് എടുക്കാൻ വേണ്ടിട്ട് മെയിൻ ആയിട്ട് ആൾക്കാർ വരുന്നത് കേട്ടോ. ഇത് രാത്രി ലൈറ്റ് ഒക്കെ എത്തും. ലക്സംബർഗ് ഏരിയക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത്. ഇപ്പൊ നമ്മുടെ നീണ്ട 1.5 ദിവസത്തെ, ഒരു രാത്രി ഒരു പകലും, ഒരു ദിവസത്തെ ലക്സംബർഗ് വിസിറ്റിന് ശേഷം നമ്മൾ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കും. കാണാൻ വേണ്ടി ഉദ്ദേശിച്ച സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇനി ബോർഡർ ക്രോസ് ചെയ്ത് പുതിയ രാജ്യത്തോട് പോകാൻ പോകണം. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഭക്ഷണം എന്താ? മഗ്ഡിന്ന് ഭക്ഷണം കഴിച്ചു. അത്യാവശ്യം ചീപ്പാണ് മഗ്ഡി. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് ചീപ്പായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ് മഗ്ഡി. നേരെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രാജ്യത്തിലെ ഒരു സ്പോട്ടിലോട്ടുള്ളത്. അപ്പൊ നേരെ വണ്ടി എടുത്ത് പയ്യെ പോവാന്ന് വെച്ച സമയത്രേ സമയം 3:45, 4:45, 5:15, 5:30 എത്തുമെന്ന് വിചാരിക്കണം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ലക്സംബർഗ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ട്രിപ്പിലെ ലക്സംബർഗ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ കാണാം. അപ്പൊ സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ശരി, ബൈ. ഓൺ ദ വേ ടു ലക്സംബർഗ് ടു